വെൽക്കം ടു CSCB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ 2024-25 തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ 1/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ കുറച്ച് ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അപ്പോൾ ആ ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ കവർ ചെയ്യാം. പിന്നെ കൂടാതെ നമ്മൾ കോപ്പറേറ്റീവിലൂടെ കോഴ്സ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ ജസ്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക. പിന്നെ കൂടാതെ നമ്മൾ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് 1/2024 സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഓഡിറ്റിങ്ങും പ്ലസ് അക്കൗണ്ടിങ്ങും കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് വിശദമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. 841 ക്വസ്റ്റ്യൻ ആണത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സംപ്റ്റഡ് ടു ഓവർലാപ്പ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് അനദർ സൊസൈറ്റി? അതായത് ഏത് തരം കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് എക്സംഷൻ ഉള്ളത്, ഓവർലാപ്പ് ചെയ്യാം അവർക്ക്, മറ്റ് സൊസൈറ്റികളുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലേക്ക് ഓവർലാപ്പ് ചെയ്താലും കുഴപ്പമില്ല, പ്രവർത്തന പരിധിക്ക് കടന്നവർക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. അത്തരത്തിലുള്ള സൊസൈറ്റികൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ലേബർ കോൺട്രാക്റ്റ് ആണ് കേട്ടോ. അവർക്കാണ് ഇങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഓവർലാപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ലേബർ കോൺട്രാക്റ്റിന് എക്സംഷൻ ഉണ്ട്. എന്തിനാ എക്സംഷൻ ഉള്ളത്? ഓവർലാപ്പ് ചെയ്യാം, മറ്റ് സൊസൈറ്റികളുടെ പ്രവർത്തന മേഖലയിൽ കൂടി കടന്ന് പ്രവർത്തിക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദി സൊസൈറ്റി? അല്ലേ, സൊസൈറ്റി ഓൺ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡിന്മേലുള്ള ഡിപ്രീസിയേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ലാൻഡിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോ ഡിപ്രീസിയേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നിങ്ങളും എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആൻസർ ജസ്റ്റ് മനസ്സിൽ കണ്ടുപോവുക കേട്ടോ. റൊട്ടീൻ ചെക്കിംഗ് നോട്ട് ഇൻവോൾവ്സ്. റൊട്ടീൻ ചെക്കിങ്ങിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ഇൻവോൾവ്സ് ആണ്, നോട്ട് കാണാതെ പോരുത് കേട്ടോ. ചെക്കിംഗ് ദ കാസ്റ്റിംഗ്, ചെക്കിംഗ് ഓഫ് പോസ്റ്റിങ്സ്, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചെക്കിംഗ് ഓഫ് ബാലൻസസ്. അപ്പോൾ അതിൽ നോക്കാം, കാസ്റ്റിംഗ് ചെക്ക് ചെയ്യുക, അതുപോലെ പോസ്റ്റിങ്സ് ചെക്ക് ചെയ്യുക, ബാലൻസസ് ചെക്ക് ചെയ്യുക. ഇതെല്ലാം നമ്മുടെ റൊട്ടീൻ ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഭാഗമല്ലാത്തത് ഏതാ? അസറ്റ്സ് വാല്യുവേഷൻ ചെയ്യല്ലേ, അതെന്നും ചെയ്യുമോ? റൊട്ടീൻ ചെക്കിങ്ങിലുള്ളതാണോ? അല്ല. അപ്പോൾ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആണ് ഇതിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത്. അതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ബേസിക് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ബേസിക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കേട്ടോ. റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻ്റ് ആണോ, ട്രയൽ ബാലൻസ് ആണോ, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ, ഓഡിറ്റ് പ്രോഗ്രാം ആണോ? അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബേസ് എന്ന് പറഞ്ഞാൽ. ഏത് ബേസിൽ നിന്നാണ് അവർ അക്കൗണ്ട്സൊക്കെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക? എവിടെ നിന്നാണ്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്, R&D ആണ് അവരുടെ പ്രധാനപ്പെട്ടത് കേട്ടോ. R&D ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മൾ കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത് ഈ R&D ആണ് കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ, അതാണ് ആദ്യം ചെയ്യുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾസോ, അത് കഴിഞ്ഞ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും കേട്ടോ. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഓഡിറ്റർ ഹിംസെൽഫ് പ്രിപ്പയർ ദ financial statement. First one, preparation of receipts and disbursement statement for the year. Next one, preparation of bank reconciliation statement. And the third one, the trading and profit and loss account. And the fourth one, preparation of balance sheet. Okay. Next question, auditing is dash of accounting to find out the correctness of the transactions related to it. Auditing എന്താണ്? വെരിഫിക്കേഷൻ ആണോ, എക്സാമിനേഷൻ ആണോ, സ്റ്റഡി ആണോ, ഇൻവെസ്റ്റിഗേഷൻ ആണോ, എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റിംഗ് വരുന്നത്? നമുക്കറിയാം വെരിഫിക്കേഷൻ ആണ് അല്ലേ. വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് അല്ലേ. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് പിന്നെ കറക്റ്റ്നെസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അതാണല്ലോ ഓഡിറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ ഡാഷ് പാർട്സ്. എത്ര ഭാഗങ്ങളിലായിട്ടാണ് സമ്മറി ഓഫ് ഡിഫെക്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? അപ്പോൾ നോക്കാം. സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഒബ്സർവേഷൻസ്. അവരുടെ ഓഡിറ്ററുടെ ഒബ്സർവേഷൻസ് ഉണ്ടായിരിക്കും.
ഇനി അവിടെ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. സജഷൻസ് ഫോർ ദെയർ റെക്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. അപ്പോൾ സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഒബ്സർവേഷൻസ്, ഇറഗുലാരിറ്റീസ് ആൻഡ് സജഷൻസ് ഇഫ് എനി. ഓക്കെ. സമ്മറി ഓഫ് ഡിഫെക്ട്സ് കണ്ടെയ്ൻ 2 പാർട്സ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അപ്പോൾ 2 പാർട്സ് ആണ് സമ്മറി ഓഫ് ഡിഫെക്ട്സിലുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ. 2 പാർട്സ് ആണുള്ളത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ദെൻ സീരിയസ് ആൻഡ് മോണിറ്ററി ഡിഫെക്ട്സ് വിച്ച് റിക്വയർ ഇമ്മീഡിയറ്റ് ആക്ഷൻ. പെട്ടെന്ന് ആക്ഷൻ വേണ്ടവ, സീരിയസ് ആയിട്ടുള്ള മോണിറ്ററി ഡിഫെക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പാർട്ട് എയിലും, മൈനർ ഡിഫെക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് പാർട്ട് ബിയിലുമാണ്. ഓക്കെ. അപ്പോൾ സീരിയസ് ഡിഫെക്ട്സ് ആൻഡ് മോണിറ്ററി ഡിഫെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് എ ആൻഡ് മൈനർ ഡിഫെക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് ബി. സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ 2 പാർട്സ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ഓക്കെ. അപ്പോൾ അതങ്ങനെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ജി എസ് ടി മീൻസ്, ജി എസ് ടി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജി എസ് ടി നമുക്കറിയാം അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ജി എസ് ടിയെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പ്രസൻ്റ് ആയിട്ട് വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എന്താ അപ്ഡേഷൻ? പുതിയൊരു അപ്ഡേഷൻ എന്തായിരുന്നു? 2 പുതിയ ജി എസ് ടി വന്നില്ലേ, 2.0 അല്ലെങ്കിൽ 2.0 എന്നറിയപ്പെടുന്ന 2025 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച പുതിയ ജി എസ് ടിയുടെ പുതിയ നിരക്കുകൾ പഠിക്കണം കേട്ടോ. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാര്യം, അതായത് ജി എസ് ടി ആയി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം തൊട്ടിട്ടുള്ള ജസ്റ്റ് കുറച്ചൊരു കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു പോകാം കേട്ടോ. ചിലപ്പോൾ ജി കെയിൽ എങ്ങാനും ചോദിച്ചാൽ ജി എസ് ടി കൗൺസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. ജി എസ് ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, അല്ലെങ്കിൽ പരോക്ഷ നികുതി ഇനത്തിൽ പെടുന്നതാണെന്ത് ജി എസ് ടി. ജി എസ് ടി ഒരു പരോക്ഷ നികുതിയാണ്. എന്നാണ് ജി എസ് ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്? 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2017 ജൂലൈ 1 ഇതൊരു പരോക്ഷ നികുതിയാണ്. ആരാണ്? മോദിയും പ്രണബ് മുഖർജിയാണ് ആ സമയത്തുള്ളത്. മോദിനെയും ഓർക്കുക, പ്രണബ് മുഖർജിനെയും ആലോചിക്കുക കേട്ടോ. ഭരണഘടനാ ഭേദഗതി, ജി എസ് ടി പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 2 എണ്ണം ആലോചിക്കണം. ഒന്ന് ബില്ലും വരും, ഒന്ന് ഭരണഘടനാ ഭേദഗതിയും വരും. 101-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ജി എസ് ടി ആയി ബന്ധപ്പെട്ടിട്ടും നോക്കേണ്ടത്. ബില്ലാണെങ്കിൽ 122-ാമത്തെ ബില്ലാണ് കേട്ടോ. രണ്ടും പഠിച്ചോളൂ. 101-ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്നും ബില്ലാണെങ്കിൽ 122 എന്നും പഠിച്ചോളൂ. പിന്നെ അതായത് ഇപ്പോൾ നമുക്കങ്ങനെ ചോദിച്ചു കാണാറില്ല, പക്ഷേ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു ജി എസ് ടി ഇനത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ലോട്ടറി, അതുപോലെ ലോട്ടറിക്ക് ഇപ്പോൾ 40% വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ അതായത് പ്രസൻറ്റ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ വാതുവെപ്പ്, ചൂതാട്ടം എന്നിവയൊന്നും ഉൾപ്പെട്ടിരുന്നില്ല കേട്ടോ. പഴയ റേറ്റ് 5%, 12%, 18%, 28% അങ്ങനെയായിരുന്നു. ആ സ്ലാബ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ലാബ് മാറിയിട്ട് 0% കുറേ വന്നിട്ടുണ്ട്. കാരണം കുറേ എണ്ണത്തിന് അന്ന് 5% ഉണ്ടായിരുന്ന കുറേ എണ്ണം, അതായത് പാല് അങ്ങനത്തെ ദൈനംദിന സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടോ. ജി എസ് ടി ഒഴിവാക്കിയിട്ട് എന്തായി? 0%ക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ലാബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സ്ലാബാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 0%, 5%, 18%, 40%. ആ ഒരു സ്ലാബ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ചിലപ്പം ചോദിച്ചാൽ കിട്ടിയാൽ ആയി, അത്രയുള്ളൂ. 0% കുറേ എണ്ണം ഉണ്ട്, അതായത് ഡെയിലി യൂസ് ഉള്ള 0% നമ്മൾ അവശ്യ വസ്തുക്കൾ എന്ന് പറയുന്ന മരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ഡെയിലി യൂസേജിലുള്ളതാണ് നമ്മളെ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ 5% ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ്, സ്റ്റാൻഡേർഡ് സാധനങ്ങൾ, അത് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ആക്കാൻ, ഇപ്പോൾ TV, AC അങ്ങനത്തെ അല്ലേ, ഫ്രിഡ്ജ്, അതൊക്കെ അത്രയും നമ്മൾ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്നതാണ്. അത്ര എസെൻഷ്യലായിട്ട് പറയാൻ പറ്റില്ല. അതാണ് 18% ആ ഒരു ടൈപ്പിന് കേട്ടോ. പിന്നെ ആഡംബര നികുതി, ആഡംബര വസ്തുക്കൾക്കാണ് 40% പറയുന്നത്. കാറുകൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ പുകയില അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ പഞ്ചസാരയുടെ ഡ്രിങ്ക്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 40%. അപ്പോൾ പുതിയ സ്ലാബ് എന്ന് പറഞ്ഞാൽ 0, 5, 18, 40 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. 1 നേഷൻ 1 മാർക്കറ്റ് 1 ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതോട് കൂടിയിട്ടാണ്. ഡേറ്റ് പഠിക്കണം, ജൂലൈ 1, 2017. പുതിയ സ്ലാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. 0%, 5%, 18%, 40%. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ്, അതായത് ഇപ്പം നമുക്ക് പുതിയ GST വന്നല്ലോ, ആ GST വന്നപ്പം
2.0 വന്നത് എന്നാണെന്ന് വെച്ചാൽ എന്നാണ് കറക്റ്റായിട്ട് നിലവിൽ വരുന്നത് വെച്ചാൽ സെപ്റ്റംബർ 22 മുതലാണ് കേട്ടോ. സെപ്റ്റംബർ 22 മുതലാണ് ഈ ഒരു GST എന്ത് ചെയ്തത് വന്നത്. അപ്പോൾ അതുകൊണ്ട് സെപ്റ്റംബർ 22, 2025 ന്യൂ ഈ GST വരാൻ പോകുന്നത്. ഓക്കെ, വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ന്യൂ GST വന്നത് സെപ്റ്റംബർ 22, 2025 നവരാത്രി ആ സമയമായിരുന്നു. നവരാത്രിയിലാണ് പ്രാബല്യത്തിൽ വന്നത്. 56ാമത്തെ GST കൗൺസിലാണ് അവരത് സെപ്റ്റംബർ 3, 4 ആദ്യ വാരത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. സെപ്റ്റംബർ 22 അതെന്താക്കിയത് തീരുമാനമാക്കിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. സെപ്റ്റംബർ 22 തൊട്ടിട്ടാണ് എന്ത് ചെയ്തത് നിലവിൽ വന്നത് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് അതിൻ്റെ ചെയർപേഴ്സൺ. GST കൗൺസിൽ നമുക്ക് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ GST കൗൺസിലിൻ്റെ പിന്നെ ചെയർപേഴ്സണായിട്ട് വരിക കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ GST ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഫ്രാൻസാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആസാമാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ. ആദ്യം ആസാമും പിന്നെ ബി ആണ്. അപ്പോൾ AB എന്നുള്ളതിൽ ബീഹാറാണ് പിന്നെ വരുന്നത് കേട്ടോ. ആദ്യം ആസാമും വന്നു, പിന്നെ ബീഹാർ വന്നു. 16 സംസ്ഥാനങ്ങൾ അപ്രൂവ് ചെയ്യണം, എന്നാലേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ 16ാമത്തെ സംസ്ഥാനമായിട്ട് വന്നത് ഒഡീഷയായിരുന്നു. പിന്നെ നമ്മുടെ ഡ്യുവൽ, അതായത് 2 GST മാതൃകയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ ആഡംബര നികുതിയുടെ നിരക്കുകളൊന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ സെപ്റ്റംബർ 22 നവരാത്രി കാലം 2025 സെപ്റ്റംബർ 22 നിലവിൽ വന്നു എന്ന് പഠിക്കുക. ഫ്രാൻസിനെ പഠിക്കുക, ആസാമിനെ പഠിക്കുക. ബീഹാർ ചോദിക്കാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ പുതിയ ബാറ് പഠിക്കുക. പഴയ ബാറിനി പഠിക്കേണ്ട, പുതിയ ബാറ് പഠിച്ചാൽ മതി. GST കൗൺസിലിൽ 2 കേന്ദ്രമന്ത്രിമാരുണ്ടാവും. പിന്നെ ചെയർപേഴ്സൺ ആരാന്ന് നമ്മൾ പറഞ്ഞു. 33 അംഗങ്ങളാണ് കേട്ടോ. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് ഉണ്ടാവുക. പിന്നെ GST ഡേ ആയിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് GST ഡേ ആയിട്ട് എന്നാണ് ആചരിച്ചതെന്ന് വെച്ചാൽ 2018 ജൂലൈ മാസം 1-ാം തീയതിയാണ്. അതായത് 2017 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 2018 ജൂലൈ 1 അവരെന്ത് ചെയ്തു, GST ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ GST വന്നവിടെ പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. GST എന്ന് നിലവിൽ വന്നു. പരോക്ഷ നികുതിയാണ്. മോദിയും പ്രണബ് മുഖർജിനെയും കണക്ട് ചെയ്ത് വെക്കുക. 2017 ജൂലൈ 1. പിന്നെ അതുപോലെ 101ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണെങ്കിൽ 122. പിന്നെ ഈ ഒരു പുതിയ ബാറ് പഠിക്കുക. ഓക്കെ, 0, 5, 18, 40 പഠിക്കുക. പിന്നെ നമ്മൾ ആസാമിനെ പഠിക്കുക, ഫ്രാൻസ് പഠിക്കുക. ഡ്യുവൽ GST മാതൃക കാനഡയിൽ നിന്ന് വന്നു എന്ന് പഠിക്കുക. 2016 സെപ്റ്റംബർ മാസത്തിലാണ് GST കൗൺസിൽ നിലവിൽ വരുന്നത് കേട്ടോ. അതിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ പുതിയതാണ് GST 2.0 അല്ലെങ്കിൽ 2.0 എന്ന് പറഞ്ഞാൽ ന്യൂ ഒരു GST വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ സാധനങ്ങൾക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ അവശ്യ വസ്തുക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും GST വന്നപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു മാർക്ക് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഷുഡ് ബി കെപ്റ്റ് ആസ്. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രോഫിറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഏത് രീതിയിലാണ് ഇപ്പോൾ എടുക്കുക? ക്യാപിറ്റൽ റിസർവ് അല്ലേ? ക്യാപിറ്റൽ റിസർവ് ആണ് കേട്ടോ. ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് ഇപ്പോൾ എടുക്കുക. ഓക്കെ, അടുത്തത് ഓഡിറ്റ് ഫേം മീൻസ് ഫേം ഇൻക്ലൂഡിങ് 2 or more. 2 or more ആരാണെന്ന്? റിട്ടയർഡ് ഹാൻഡ്സ് ആണോ, ഓഡിറ്റേഴ്സ് ആണോ, നൺ ഓഫ് ദി എബവ് ആണോ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണോ, ഹാവിങ് നോളജ് ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ പരിചയമുള്ള ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരമായിട്ട് വന്നിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് കേട്ടോ. ഓക്കെ, ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിങ് 2 or more ചാർട്ടേഡ് അക്കൗണ്ട്സ് ഹാവിങ് നോളജ് ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എന്താ അസർട്ടൈൻ ചെയ്യാനാണ് ട്രേഡിംഗ് അക്കൗണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? വർക്കിംഗ് റിസൾട്ട്സ് ആണോ, ഗ്രോസ് പ്രോഫിറ്റ് ആണോ, നെറ്റ് പ്രോഫിറ്റ് ആണോ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണോ? ഗ്രോസ് പ്രോഫിറ്റ് ആണ് അല്ലേ? ഓക്കെ, അടുത്തത് ലാപ്പിംഗ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാപ്പിംഗ് ഈസ് ദ ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ. ഏത് തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ആണ് ലാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻ ആണ്? ഓക്കെ, അപ്പം മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. ഓക്കെ,
അടുത്തത് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് റൂൾ ഓഫ് KCS ആക്ട് 1969. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാം പഠിക്കണം കേട്ടോ. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടുമായി പറയുന്നത് 64B റൂളാണ് കേട്ടോ. റൂൾ 64B. അടുത്തത് വിച്ച് മെത്തേഡ് ഫ്രം ദ മെത്തേഡ്സ് ഗിവൺ ബിലോ ഈസ് നോട്ട് പെർമിസിബിൾ. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, പെർമിസിബിൾ അല്ല, നോട്ട് പെർമിസിബിൾ ആണ് അണ്ടർ ദ കമ്പനീസ് ആക്ട് ഫോർ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കമ്പനീസ് ആക്ട് പ്രകാരം പെർമിസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്നാണ്. സിംഗിൾ ചാർജ് മെത്തേഡ് ഉണ്ട്, ആന്യൂറ്റി ഉണ്ട്, ഗ്ലോബൽ ഉണ്ട്, എഫിഷ്യൻസി ഹവർ മെത്തേഡ് ഉണ്ട്. ഇതിലേതാണ് കമ്പനീസ് ആക്ട് അംഗീകരിക്കാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, നോക്കി വെച്ചോളൂ. ഗ്ലോബൽ മെത്തേഡാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഏത് മെത്തേഡാണ്? ഗ്ലോബൽ മെത്തേഡ്. ഓക്കെ, സോറി അണ്ടർലൈൻ ചെയ്തു അല്ലേ. ഗ്ലോബൽ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ വിച്ച് മെത്തേഡ് ഫ്രം ദ മെത്തേഡ്സ് ഗിവൺ ബിലോ ഈസ് നോട്ട് പെർമിസിബിൾ അണ്ടർ ദ കമ്പനീസ് ആക്ട് ഫോർ പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മെത്തേഡാണ്. അടുത്തത് പ്രോഫിറ്റ് ഫ്രം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്യുക കേട്ടോ. ഷുഡ് ബി കെപ്റ്റ് ആസ്. എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കെപ്റ്റ് ചെയ്യുക? സീക്രട്ട് റിസർവ് ആയിട്ടാണോ, ക്യാപിറ്റൽ റിസർവ് ആണോ, റിസർവ് ഫണ്ടാണോ, സിങ്കിങ് ഫണ്ടാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രീതിയിലാണ്? പ്രോഫിറ്റ് ഫ്രം റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ ആവുമ്പം അതേതാണ്? ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് എന്ത് ചെയ്യുക? കെപ്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ഓഡിറ്റ് ഇഷ്യൂഡ് ബൈ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അത് ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് CAG എന്ന് പറയില്ലേ, ഇന്ത്യയുടെ മൊത്തം കണക്ക് നോക്കുന്നത് ആരാണ്? CAG ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പാണ്? അത് ഗവൺമെൻറ് ഓഡിറ്റ് അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണോ, ഫൈനൽ ഓഡിറ്റ് ആണോ, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണോ, ഗവൺമെൻറ് ഓഡിറ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഓഡിറ്റ് ആണ്. ആരുടെ ഓഡിറ്റാണ് ഗവൺമെൻറ് ഓഡിറ്റ്? CAGയുടെ ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻ്റല്ലേ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ CAGയുടെ ഓഡിറ്റ് ഗവൺമെൻറ് ഓഡിറ്റ് ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. നെക്സ്റ്റ് വന്നിട്ട് വിച്ച് കൈൻഡ് ഓഫ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ജനറലി ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സ്. 2 വാർഷിക ഓഡിറ്റുകൾക്കിടയിൽ നടത്തുന്ന ഓഡിറ്റ് എന്താണെന്നാണ് പറയുക? ഇൻറ്റേർണൽ ഓഡിറ്റ് ആണോ, ഇൻറ്ററിം ഓഡിറ്റ് ആണോ, ഫൈനൽ ഓഡിറ്റ് ആണോ, കണ്ടിന്യൂസ് ഓഡിറ്റ് ആണോ? നമുക്ക് അറിയുന്നതാണ് ഇൻറ്ററിം ഓഡിറ്റ് ആണ്. 2 വാർഷിക 2 ആനുവൽ ഓഡിറ്റ്സിനിടയിൽ നടക്കുന്ന ഒരു ഓഡിറ്റ് അല്ലേ, അതാണ് ഇടക്കാല ഓഡിറ്റ് എന്നറിയപ്പെടുന്ന ഇൻറ്ററിം ഓഡിറ്റ്. നെക്സ്റ്റ് വന്നിട്ട് ബിഫോർ ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഈസ് കമൻസ്ഡ് ദ ഓഡിറ്റർ പ്ലാൻസ് ഔട്ട് ദ വോൾ ഓഫ് ഓഡിറ്റ് വർക്ക് ഈസ് കാൾഡ്. അതായത് ഓഡിറ്റ് വർക്ക് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഓഡിറ്റർക്ക് ഒരു പ്ലാൻ ഉണ്ടാവണം അല്ലേ. നമ്മൾ പഠിക്കുന്നതിന് ഒരു പ്ലാനുള്ള പോലെ ഓഡിറ്റർക്ക് ഒരു പ്ലാൻ ഉണ്ട് ഓഡിറ്റ് വർക്കിനുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓഡിറ്ററുടെ പ്ലാൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓഡിറ്ററുടെ പ്ലാനാണ് എന്ത്? ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഓഡിറ്ററുടെ പ്ലാനാണ് ഓഡിറ്റ് പ്രോഗ്രാം. അത് ഓഡിറ്റർ അപ്രൂവ് ചെയ്യണം. ചില DCAക്ക് കൊടുത്ത് ഞാൻ ഇന്ന സമയത്ത് ഇന്ന മാസം ഇന്ന സൊസൈറ്റികളിലാണെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യും? അവർ കറക്റ്റായിട്ട് എഴുതിയുണ്ടാക്കി സമർപ്പിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് ദ ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. സ്പെസിഫൈങ് ദ വർക്ക് ടു ബി ഡൺ, ദ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ഫോർ ഡൂയിങ് ദ വർക്ക്. അതുപോലെ the persons responsible for the completion of the work and the duration of time within which the work has to be complete. എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതെല്ലാം അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാമിലുള്ളത് ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. സ്പെസിഫൈങ് ദ വർക്ക് ടു ബി ഡൺ, ഏത് വാക്കാണ് ഞാൻ ചെയ്യുന്നത്, പ്രൊസീജിയർ ടു ബി ഫോളോഡ്, അതിന് വേണ്ടിയിട്ട് ദ പേഴ്സൺസ് റെസ്പോൺസിബിൾ ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഇതെല്ലാം എന്തിലുണ്ടായിരിക്കും? ഈ ഓഡിറ്റ് പ്രോഗ്രാമിലുണ്ടായിരിക്കും കേട്ടോ. അത്രയും ഡീപ്പായിട്ട് എഴുതി എന്ത് ചെയ്യുന്നുണ്ട്, അത് കറക്റ്റായിട്ട് അസസ് ചെയ്തതിന് ശേഷമാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓഡിറ്റ് പ്രോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴെപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓഡിറ്റ് പ്രോഗ്രാം പോലെ തന്നെയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? ഓഡിറ്റ് മെമ്മറാണ്ടം. ഓഡിറ്റ് മെമ്മറാണ്ടം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ റെലവൻറ്റ് പോയിൻറ്റ്സ് അറൈസിങ് ഔട്ട് ഓഫ് ദ ഡിസ്കഷൻ ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് ഹിസ് ക്ലയൻറ്റ് റിഗാർഡിംഗ് ദ അക്കൗണ്ടിങ് സിസ്റ്റം അഡോപ്റ്റഡ് ഇൻ ദ കൺസേൺ. അതായത് ഓഡിറ്റ് മെമ്മറാണ്ടം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ റെലവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റുകളും അവരുടെ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാ തരത്തിലുള്ള പോയിൻറ്റുകളും ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിലുള്ള കേട്ടോ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും?
നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഓഡിറ്റ് മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതും ചോദിക്കാറുണ്ട്. അതൊരു വിച്ച് കൺസിസ്റ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദ അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഓഡിറ്റ്. അവർ ഓഡിറ്റിന് അണ്ടറിലുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഏതൊക്കെ അക്കൗണ്ട്സുകളാണ് അണ്ടറിൽ വരുന്നത്, അത് ട്രൂ പിക്ചർ ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ദ കൺസേണിനെ കുറിച്ചിട്ട് ഒരു ട്രൂ പിക്ചർ അത് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്, ഏതാണ് നോക്കാനുള്ളത്. പിന്നെ ഓഡിറ്റ് ഫയൽസ് ആണ്. ഓഡിറ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ ഫയൽഡ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് ഓർഡർലി. ഈ വർക്കിംഗ് പേപ്പേഴ്സിനെ അവർ റെഡി റെഫറൻസ് ആയിട്ട് ഉണ്ടാക്കി സമർപ്പിക്കുന്നതാണ് ഈ ഓഡിറ്റ് ഫയൽസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ എന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൗച്ചർ റിലേറ്റ്സ് ടു. വൗച്ചർ എന്താണ്? വൗച്ചർ എന്ന് പറഞ്ഞാൽ ക്യാഷ് റെസിപ്റ്റ് ആണോ, ക്യാഷ് പേയ്മെൻറ്റ്സ് ആണോ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണോ? എല്ലാം ഉണ്ടാവും വൗച്ചറിൽ അല്ലേ. ക്യാഷ് റെസിപ്റ്റ് ഉണ്ടായിരിക്കും, കൊടുത്തതുണ്ടായിരിക്കും, ക്രെഡിറ്റിലുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് എന്ത് വൗച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഓഡിറ്റും കുറച്ച് അക്കൗണ്ടിങ്ങും വന്നു, പിന്നെ കുറച്ച് GST, ആ ഒരു GSTയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്തു കേട്ടോ. ആ ഓഡിറ്റുമായി ടോപ്പിക്ക് ബന്ധമില്ല, പക്ഷെ നമ്മൾ എന്തായാലും പഠിക്കാനുള്ളതാണല്ലോ. ടോപ്പിക്ക് എന്തായാലും നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് കേട്ടോ. ഇനി നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്